ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി എൻ്റെ ഊഴമാണ്. ഹായ് പ്രിയമുള്ള സംഘമിത്രങ്ങളെ, ഹായ് പ്രിയമുള്ള ക്ലബ് ഹൗസിലെ മരവാഴകളെ, വാങ്കേ ജാമിത വந்திருக்காഹേ വാങ്കേ. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് വല്ലാതെ ചില ആളുകൾ തലയിൽ കയറാൻ വരുന്നു. ആണോ? തലയിൽ കയറാൻ വരുന്നുണ്ടോ? ആ തലയിൽ കയറാൻ വരുന്നവരെ വെറുതെ വിടരുത്. നമ്മുടെ കഞ്ഞിയിൽ പൂഴി വാരിയിടാൻ വരികയാണ് അവര്. ഇസ്ലാമിനെ പ്രദൂഷണം പറയാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? 3 നേരം നണ്ണാൻ കഴിയും? അടിച്ചമർത്തിയേ പറ്റുമവരെ. വെറുതെ വിടരുത്. എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് അതറിയണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ? അതിന് നമുക്കൊരു തേങ്ങയും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ലല്ലോ. വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ഇസ്ലാമിനെ കുറിച്ച് കുറെ നുണപ്രചാരണങ്ങൾ നടത്തുന്നു. മൊത്തത്തിൽ സംഖ്യകൾ ഒന്ന് സൂക്ഷിക്കണം. അത് കേട്ടിട്ട് സംഖ്യകളുടെ കയ്യിൽ നിന്ന് വല്ല നക്കാപ്പിച്ച കിട്ടണം. 3 നേരം ആ നക്കാപ്പിച്ച കിട്ടിയത് വെച്ച് സുഭിഷ്ടമായി ഭക്ഷണം കഴിക്കണം, ഏമ്പക്കം പെടണം. അത് നടക്കുന്നുണ്ടല്ലോ, അതുപോലെ. ഇസ്ലാമിനെ കുറിച്ചിട്ട് അല്പമെങ്കിലും പ്രാഥമികമായിട്ട് അറിയാതെ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് പറയാൻ പറ്റുമോ, മനസ്സിലാക്കാൻ പറ്റുമോ? അതിന് മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ല. നീ പറയരുത്. അത് പറയാൻ നിനക്ക് യാതൊരുവിധ യോഗ്യതയില്ല. നിന്റെ പറച്ചിൽ കേട്ടതൊന്നും നീ ഇസ്ലാമിനെ വിമർശിക്കുന്നത് പ്രാഥമികമായി എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് നീ ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് തോന്നിപ്പോവല്ലോ. സത്യത്തിൽ നീ ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ പരദൂഷണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുഹമ്മദ് നബിയെ തെറി പറയുന്നു, കുറച്ച് അള്ളാഹുവിനെ ചീത്ത പറയുന്നു. മൊത്തത്തിൽ ഉപ്പു, മുളക്, മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തി സംഖ്യകൾക്ക് ഏത് വിധത്തിൽ പാചകം ചെയ്താൽ സുഖിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആ രീതിക്ക് വളച്ചൊടിച്ചുകൊണ്ട് സംഖ്യകൾ സൂചിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. പ്രാഥമികമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നീ വലത്തുനിന്നത്. സംഖ്യയുടെ കോണത്തിലേക്ക് പറഞ്ഞാൽ മതി. ഇവിടെ പറയേണ്ടത് അത് ഇവിടെ പറയണ്ട. ഇസ്ലാം മതം വിമർശനങ്ങൾക്ക് അതീതമാണോ? അതെന്താ ഇസ്ലാമിനെ വിമർശിച്ചാൽ കുഴപ്പം? കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് വെറുതെ ചിരിപ്പിക്കരുത്. ചിരിപ്പിച്ചുകൊണ്ട് എൻ്റെ വായിലിരിക്കുന്ന പല നിറച്ചുകളെ നിങ്ങൾ കേൾപ്പിക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിനെ പരദൂഷണം പറയുകയാണെന്നും കൂടി മനസ്സിലാക്കാതെയാണോ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ കുറേ കൂട്ടാളികളുണ്ട്, കുറച്ച് സ്വതന്ത്ര ചിന്തകന്മാരും കുറച്ച് മുസ്ലിംകളും ഒക്കെ ഉള്ള കുറേ പരനാറികൾ. ഇവരൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിനെ വിമർശിക്കുകയാണെന്നോ? ആ നാറികളെ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കല്ല, പരദൂഷണം പറയുകയാണ്, ഇസ്ലാമിൻ്റെ പച്ചർച്ച് തിന്നിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോകളിലും ഇതെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നെ വെറുതെ നാറച്ചുകളെ പരനാറികളെ എന്ന് വിളിപ്പിക്കാൻ നിൽക്കരുത്. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു സാധാരണക്കാരിയാണ്. ആണോ? സാധാരണക്കാരിയാ? ഓ, അത് നന്നായി പറഞ്ഞത്, അറിയില്ലായിരുന്നു. സാധാരണക്കാരി പറ. പക്ഷേ എനിക്കെന്താണോ ശരി എന്ന് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഭീഷണിക്കും വഴങ്ങില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, എന്നെ വെറുതെ ചിരിപ്പിക്കരുതെന്ന്. എന്ത് ഭീഷണി? ആര് ഭീഷണി? ആര് ഭീഷണിപ്പെടുത്താൻ? മുസ്ലിങ്ങൾ എന്തായാലും സെപ്റ്റിക് ടാങ്കിനെ ഭീഷണിപ്പെടുത്താറില്ല. സെപ്റ്റിക് ടാങ്കിനെ ഭീഷണിപ്പെടുത്താൻ മുസ്ലിങ്ങൾ വരില്ല. പിന്നെ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് ചിലപ്പോൾ നിന്റെ കൂട്ടത്തിലുള്ള കുറേ എക്സ് മുസ്ലിമും കുറച്ച് സ്വതന്ത്ര ചിന്തകന്മാരൊക്കെ ഉണ്ടല്ലോ, കുറച്ച് സംഖ്യകളൊക്കെ ഉണ്ടല്ലോ, അവന്മാർ തന്നെയായിരിക്കും ഭീഷണിപ്പെടുത്തുക. ആരിഫ് കുഷ്യൻ ഉണ്ടല്ലോ, അവനുണ്ടാവും. അവൻ്റെ പിന്നാലെ കുറച്ച് ആൾക്കാരുണ്ട്, അവരായിരിക്കും നിന്നെ ഭീഷണിപ്പെടുത്തുക. പിന്നെ ഇപ്പം നീ നേരത്തെ പറഞ്ഞു നിനക്കിഷ്ടമുള്ള നിനക്കിഷ്ടമുള്ള കാര്യം നീ പറയുമെന്ന്. അത് ഞങ്ങൾക്കറിയാലോ. നിന്റെ തൊള്ളയിൽ തോന്നുന്നത്, നിന്റെ മനസ്സിൽ തോന്നുന്നതാണ് നീ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇന്ന് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പറയാം, അപ്പോൾ കുറച്ചൊന്ന് റീച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണോ നിന്റെ മനസ്സിൽ തോന്നുന്നത് അത് നീ വെളിയിൽ ഛർദ്ദിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ക്ലബ് ഹൗസിലൊക്കെ വരുന്ന സമയത്ത് ഇസ്ലാമിനെ നമുക്ക് ശിഖാന്തം എതിർക്കുകയും മുസ്ലിം വിഭാഗത്തെ ഇത്രയധികം അധിക്ഷേപിക്കുകയും ചെയ്ത വ്യക്തികളെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇസ്ലാമിനെ വെള്ളപൂശല, അയ്യോ മുസ്ലിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന, അയ്യോ അയ്യോ നെഞ്ചിലടിച്ച നിലവിളിയാ. ഒന്നും പറയണ്ട. ജീവിതത്തോടെ ഒരു നേരും നെറിയും ഉണ്ടാകണം. ജാമിദ ഇവിടെ പറഞ്ഞ ഈ വിഷയം, ഈ ജാമിദ ഈ പറഞ്ഞ വിഷയം ഈ സബീന ബേബിയെ കുറിച്ചാണ്. ഈ സബീന ബേബി എന്ന് പറയുന്ന ഈ ലേഡി കുറച്ചു കാലം മുമ്പ് ഇസ്ലാമിനെ വളരെ മോശമാക്കി മുഹമ്മദ് നബിയെ ഈ ലേഡി പറഞ്ഞ പോലെ ആക്ഷേപിച്ചിട്ട് ചീത്ത പറഞ്ഞതായിട്ട് മറ്റാരും പറഞ്ഞിട്ടില്ല. എന്തിനു പറയണം, ഈ ആരിഫ് ഹുസൈൻ അടക്കം പറഞ്ഞിട്ടില്ല. അത്ര വളരെ മോശമായിട്ടാണ് ഈ സബീന ബേബി എന്ന് പറയുന്ന ഈ സ്ത്രീ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചത്. അതിന്നും എൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല ആ കാരണം അത്രയ്ക്ക് ഒരു യഥാർത്ഥ ഒരു മുസ്ലിമിന് ദീനെ സ്നേഹിക്കുന്ന ഞാൻ വലുതായിട്ട് ദീനെ സ്നേഹിക്കുന്നു എന്നല്ല പറയണത്, പക്ഷെ എന്നാലും നബിയെ സ്നേഹിക്കുന്ന ആർക്കും അത് അത്ര പെട്ടെന്ന് ആ കറ പോകാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് ഈ സബീന ബേബി എന്ന് പറയുന്ന സ്ത്രീ ഇസ്ലാമിനെ മുഹമ്മദ് നബിയെ കുറ്റം പറഞ്ഞത്. ആ വീഡിയോ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ സ്ത്രീ
മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് മുസ്ലിങ്ങൾ ആരെങ്കിലും കുറ്റം പറയുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്കെതിരെ സംസാരിച്ചിട്ട് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഈ കുറച്ച് കാലമായിട്ട് ഈ സബീന ബേബി എന്ന് പറയുന്ന ഈ ലേഡി. അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ആരിഫ് ഹുസൈൻ, ഈ ജാമിദ, ഇങ്ങനത്തുള്ള ടീമുണ്ടല്ലോ, അതൊരു ക്ലബിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ക്ലബിലെ അംഗത്വമായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ സബീന ബേബി എന്ന് പറയുന്ന ഈ സ്ത്രീ. ഇവരിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്ത് പറയണമെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിന് റീച്ചിന് വേണ്ടി ആയിരിക്കണം, ആകും. അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നം, വാക്ക് തർക്കം, ഈ പൈസ കാര്യങ്ങളിൽ പങ്കുവെക്കലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം. ആരിഫ് ഹുസൈനായിട്ടോ അല്ലെങ്കിൽ എസ് മുസ്ലിമായിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകന്മാരായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവളൊരു ഉന്തും തള്ളൊക്കെ ഉണ്ടായിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചുകൂടാന്നുമില്ല. ചില മുസ്ലിങ്ങൾ പറയുന്നത് അവൾക്ക് അള്ളാഹുവിൻ്റെ ഇദാത്ത് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ ഇദാത്ത് കിട്ടിയ ഒരു ലേഡി ഒരിക്കലും തലയിൽ തട്ട് ഇട്ടുകൊണ്ട് അള്ളാഹുവിനും മുഹമ്മദ് നബിയും വളരെ മോശമായിട്ട് ആക്ഷേപിച്ച ആ സ്ത്രീ ആദ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്താപിക്കണം. ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, ഞാൻ മുഹമ്മദ് നബി അറിവില്ലായ്മ കൊണ്ട് ചീത്ത വിളിച്ചു പോയി, എനിക്ക് പുറത്തു തരണമെന്ന് പശ്ചാത്താപിച്ചിട്ട് ശേഷം ഈ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിൽ ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ജീവിച്ച് കാണിക്കുകയാണെങ്കിൽ ഈ സ്ത്രീയെ അംഗീകരിക്കാം. അല്ലാത്ത പക്ഷം ഈ സ്ത്രീ വന്നിട്ട് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെറും യൂട്യൂബ് ചാനലിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഇവൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെ സംസാരിക്കാൻ ഒരായുധമായിട്ടാണ് ഇവളിത് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നതേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഈ ലേഡിയുടെ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ വായു കൊണ്ട് പറയുന്നതൊന്നും ഇസ്ലാമിന് ആവശ്യമില്ല. അവൾ മുഹമ്മദ് നബിയെ സപ്പോർട്ട് ചെയ്താലും ശരി, അള്ളാഹുവിനെ തൂക്കി തലയിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്താലും ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ മതമാണെന്ന് ആ സ്ത്രീയുടെ വായു കൊണ്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനൊന്നും ഒരു മുസ്ലിമിന് കഴിയില്ല. കാരണം ആ സ്ത്രീ ഇതുവരെയ്ക്കും പശ്ചാത്താപിച്ചിട്ടില്ല, അള്ളാഹുവിന് മുമ്പിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു അള്ളാഹുവിൻ്റെ ഇയാത്ത് കിട്ടിയ ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാമായി മതം സ്വീകരിക്കുക വേണ്ടത്. ഇവൾ ആദ്യം മുസ്ലിമായിരുന്നു, പിന്നീട് ഇവൾ ഇസ്ലാം മതം വിട്ടുപോയ ഒരു ലേഡിയാണ്, അല്ലാതെ ഒരു ഹിന്ദു സ്ത്രീ അല്ല. ഒരു ഹിന്ദു സ്ത്രീയാണ് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ ഇവളെ ഒരു ഇസ്ലാം മതത്തിലിരുന്ന് ഇസ്ലാം മതം വിട്ടുപോയി എസ് മുസ്ലിമായി പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇപ്പോൾ ഇത് വേറൊരു നാടകമായിരിക്കുന്നു. ഈ സ്ത്രീ പറയുന്നതൊന്നും ഞാൻ മുസ്ലിങ്ങളുടെ അടുത്തൊരു കാര്യം പറയല്ലോ, എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വായി വെക്കേണ്ട ആവശ്യമില്ല. ഈ സബീന ബേബി എന്ന് പറയുന്ന ഒരു ലേഡി ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആനക്കാര്യമാക്കൊന്നും വേണ്ട. അതൊക്കെ വെറും യൂട്യൂബ് ചാനലിന് വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ സബീന ബേബിൻ്റെ സപ്പോർട്ട് കിട്ടണോ ഇസ്ലാമിന്? ഈ സബീന ബേബിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ ഇസ്ലാമിന് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. എപ്പോഴറിയോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ് പശ്ചാത്താപിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് എന്ത് പാലാണ് തേനാണ്, ഇസ്ലാം മതം പോലെ പരിശുദ്ധ മതം വേറെ ഇല്ലയെന്ന് ഈ സ്ത്രീയുടെ വായി കൊണ്ട് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കാനൊന്നും പറ്റില്ല. അത് വെറും യൂട്യൂബ് ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയാണ്. അതിന് പോയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. നിങ്ങളെപ്പോലുള്ള ഈ മുസ്ലിങ്ങളുണ്ടല്ലോ, അവരാണ് ഈ ഇസ്ലാം മതത്തിൻ്റെ നാണക്കേട് എന്ന് പറയുന്നത്. എന്തിനാണോ ഈ സ്ത്രീനെ പോയി സപ്പോർട്ട് ചെയ്യുന്നത്? ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്കും പറയാം, അത് എനിക്കും പറയാം, എല്ലാവർക്കും പറയാൻ കഴിയാം. ആ സ്ത്രീ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീയുടെ സപ്പോർട്ടല്ല ഇസ്ലാമിന് വേണ്ടിയത്. ആ സ്ത്രീ അള്ളാഹുവിനോട് മാപ്പ് പറയണം, മുഹമ്മദ് നബിയോട് മാപ്പ് പറയണം. അത് പറഞ്ഞിട്ട് പശ്ചാത്താപിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ ആ സ്ത്രീ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. അല്ലാത്ത പക്ഷം അവൾ വെറും ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടാനും യൂട്യൂബ് ചാനൽ റീച്ച് ഉണ്ടാക്കാനും അതിൽ സബ്സ്ക്രൈബർ കിട്ടാനും അത് വെച്ച് പൈസ ഉണ്ടാക്കാനും ഈ എസ് മുസ്ലിമുകൾ പറയുന്ന ആരിഫ് ഹുസൈനെ പോലുള്ളവർക്ക് ഒരു തിരിച്ചൊരു മറുപടി കൊടുക്കുകയാണ്. എന്തിനു വരെ ഇവർ തമ്മിലുണ്ടായ ഈ പങ്കുവെക്കലിൽ വാക്ക് തർക്കത്തിൽ തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് അവർക്കിട്ടുള്ളൊരു പണിയായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ അവളൊന്നും ആത്മാർത്ഥമായിട്ടൊന്നും ഇസ്ലാമിനെ സപ്പോർട്ടില്ല. ഇപ്പം ഞാനൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ ദീനിൻ്റെ ആളൊന്നുമല്ല, ഞാൻ ഖുറാൻ്റെ നടുകഷ്ണമൊന്നുമല്ല. ഞാനൊരു മുഹമ്മദ് നബിയെ ഒരുത്തൻ ചീത്ത പറഞ്ഞിട്ട് അവനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം, തിരിയെങ്കിലും സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അല്ലാതെ
ഞാനൊരു മുസ്ലിം ആയതിനു ശേഷം മുസ്ലിമായിട്ട് യൂട്യൂബിൻ്റെ റീച്ചിൽ കിട്ടാൻ വേണ്ടി അല്ല ഞാൻ പറയണത്. ഇതെൻ്റെ ഉള്ളിത്തട്ട് വാക്കുകളാണ്. അതുകൊണ്ട് സബീന ബേബി ആയാലും ശരി, കാലിൻ്റെടിയിലെ ബേബി ആയാലും ശരി, ഏത് ബേബി ആയാലും ശരി, സബീന ബേബിൻ്റെ സപ്പോർട്ട് ഇസ്ലാമിന് ആവശ്യമില്ല. സബീന ബേബി ഇപ്പോൾ കാണിക്കുന്ന കോപ്രാടത്തരം ഉണ്ടല്ലോ, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കോപ്രാടത്തരം, അത് വെറും ഒരു നാടകമായിട്ടേ കാണാൻ കഴിയുള്ളൂ. ആ നാടകത്തിന് പോയിട്ട് കൈയടിക്കുന്ന മുസ്ലിങ്ങൾ മണ്ടന്മാരായ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്.